ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കനിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസും പെപ്പറും സോൾട്ടും ഇട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ തൈരും കൂടി ചേർക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആകും. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ പീസുകൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആകുകയും വേണ്ട, എന്നാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരാൻ പാകത്തിന്. ഇനി വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ കോൺ, പിന്നെ സ്പ്രിംഗ് അനിയൻ, പിന്നെ ഒരു ചെറിയ സവാളയുടെ പോർഷൻ, അതേപോലെ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് സോട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഒലിവ് ഓയിൽ ചേർത്ത് ഒരു 2 മുട്ടയും കൂടി ഇട്ട് ഞാൻ അതും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും സോയ് സോസും കൂടി ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് കിടന്ന് മിക്സായി കഴിയുമ്പോൾ കുറച്ച് പെപ്പറും കൂടി ടേസ്റ്റിന് ചേർക്കുക. എരിവനുസരിച്ച്, നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ റൈസ് കുറച്ച് നാരങ്ങയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. നാരങ്ങ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് കുഴഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.